चक्षु तस्मै श्री गुरु नमः। जय राधा माधव कुंज विहारी गोपी जन वल्लभ यशोदनंदन व्रज जन रंजन 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 यमुना तीरावनचारि यमुना तीरावनचारि जय राधा माधव कुंज विहारी जय राधा माधव कुंज विहारी ഷുഗർ കൂടുതലാണല്ലോ. ഷുഗർ माधव കൂടുതലാണല്ലോ അല്ലേ? അതെ ഈ നിവിൻ പോളി അവിടെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ദിവസം പിന്നെ ഇത് ശ്രീനിവാസന്റെ കൂടെയായിരുന്നു കൊച്ചിയിൽ ആര്? അവൻ हरे कृष्ण അത് കഴിഞ്ഞിട്ട് നേരെ പോയത് വെബ് സീരീസിന്റെ കാർമയുടെ വെബ് സീരീസ് ഹരേ കൃഷ്ണ. അപ്പോൾ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരബന്ധങ്ങളിൽ പ്രണമിക്കുന്നു. എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെയും പാതാരബന്ധങ്ങൾ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മളെടുക്കുന്ന ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 ശ്ലോകം 23 ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മാഹാത്മ്യം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ജയ ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम राम हरे जय गौर हरि बोल हरि बोल हरि बोल जय गौर हरि बोल जय गौर हरि. നമ്മൾ എടുക്കുന്ന ശ്ലോകം ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 5 ശ്ലോകം 23 ശ്രീ നിത്യാനന്ദ ബലരാമന്റെ ശ്ലോകം 23 മധുരധരകായ നിജരൂപ പ്രകാശ്യ നാനാരൂപേ വിലാസേ ചതുർവിഹേന. വിവർത്തനം. മധുരയിലും ദ്വാരകയിലും ശ്രീകൃഷ്ണൻ തന്റെ മൗലിക രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവിടുന്ന് ചതുർവ്യൂഹങ്ങളായി വിസ്തരിച്ച് നാനാലീലകൾ ആസ്വദിക്കുന്നു. ഒരു പ്രാവശ്യം മധുരധരകയ നിജരൂപ പ്രകാശിയ നാനാരൂപേ വിലാസേ ചതുർവ്യൂഹേന. മധുരയിൽ, ദ്വാരകയിൽ നിജരൂപ സ്വരൂപത്തിൽ പ്രകാശിയ പ്രത്യക്ഷമാകുന്നു. നാനാരൂപ നാനാവിധത്തിൽ വിലാസയെ ലീലകൾ ആസ്വദിക്കുന്നു. ചതുർവിഹേന അത്ഭുതകരമായ 4 രൂപങ്ങൾ വിസ്തരിക്കുന്നു. വിവർത്തനം. മധുരയിലും ദ്വാരകയിലും ശ്രീകൃഷ്ണൻ തന്റെ മൗലിക രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവിടുന്ന് ചതുർവ്യൂഹങ്ങളിൽ വിസ്തരിച്ച് നാനാ ലീലകൾ ആസ്വദിക്കുന്നു.
അപ്പൊ ഭഗവാന്റെ നിജരൂപത്തിലുള്ള അല്ലെങ്കിൽ സ്വരൂപത്തിലുള്ള ലീലകൾ നടക്കുന്ന 3 സ്ഥലങ്ങളാണ്. അതായത് മധുരയും ദ്വാരയും അതുപോലെ തന്നെ ഗോലോകവും. ഈ 3 സ്ഥലങ്ങളിലാണ് ഭഗവാന്റെ നിജരൂപത്തിലുള്ള എന്താണ് ലീലകൾ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതില് വൈകുണ്ഠ ലോകത്തിൽ തന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള കൃഷ്ണലോകം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഗോലോക വൃന്ദാവനം എന്ന് പറയും. അപ്പൊ അവിടെയാണ് ഭഗവാന്റെ സ്ഥലം, യഥാർത്ഥ സ്ഥലം എന്ന് പറയും. നമുക്കറിയാം ബ്രഹ്മസംഹിതയിൽ തന്നെ പറയുന്നുണ്ട് എന്താ, അതായത് ഗോലോക നാമന നിജനാമന, ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് ദേവി മഹേശ ഹരിനാമസുദേശു നിയത പ്രകാശിത ഗോവിന്ദമാദിപുരുഷം തമഹം. അതായത് ഗോലോക നിജധാമന തലേതസ്യ മായ. അപ്പൊ ഇതില് നമ്മള് ഏറ്റവും താഴെ ഭൗതിക ലോകത്തിലാണ് അതായത് ദുർഗാദേവി അല്ലെങ്കിൽ ദേവി ആരാധിക്കുന്നു. അതിന് മുകളിലായിട്ട് മഹാദേവനെ ആരാധിക്കുന്നു. അതിന് മുകളിലായിട്ട് ഹരിയുടെ ധാമത്തെ ആരാധിക്കുന്നു. അതിനു മുകളിലായിട്ടാണ് ഈ ഗോലോക വൃന്ദാവനം. ഗോലോക വൃന്ദാവനത്തില് ഈ 3 സ്ഥലങ്ങളിലാണ്, അതിലെ മധുരയും ദ്വാരകയും അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലാണ് ശരിക്കും മധുരയിലും ദ്വാരകയിലും ശ്രീകൃഷ്ണൻ തന്റെ മൗലിക രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവിടുന്ന് ചതുർവ്യൂഹം വിസ്തരിച്ച് നാനാലീലകൾ ആസ്വദിക്കും. ശ്ലോകം 24. വസുദേവ സംകർഷണ പ്രത്യുനരുദ്ധ സർവചതുർവ്യൂഹ അംശി തുരീയ വിശുദ്ധ. വർത്തനം. വസുദേവ ഭഗവാൻ വാസുദേവൻ, സംകർഷണ ഭഗവാൻ സംകർഷണ, പ്രത്യുന്മന ഭഗവാൻ പ്രത്യുന്മന, അനിരുദ്ധ ഭഗവാൻ അനിരുദ്ധൻ, സർവചതുർവ്യൂഹ മറ്റെല്ലാ ചതുർവ്യൂഹ വിസ്തരങ്ങളുടെയും അംശി സ്രോതസ്, തുരീയ അതീന്ദ്രിയം, വിശുദ്ധ വിശുദ്ധം. വിവർത്തനം. വസുദേവൻ, സംകർഷണം, പ്രത്യുത്മൻ, അനിരുദ്ധൻ എന്നിവർ പ്രഥമ ചതുർവ്യൂഹങ്ങളാകുന്നു. ഇവരിൽ നിന്ന് മറ്റെല്ലാ ചതുർവ്യൂഹ രൂപങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. അവരെല്ലാം വിശുദ്ധ തുരീയ അവസ്ഥയിലാണ്. അപ്പൊ ഈ 4 അതായത് ഭഗവാന്റെ 4 പൂർണ്ണ വിസ്തരങ്ങളാണ്. നമുക്ക് ശ്രീമദ് ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ 1-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ സ്കന്ധത്തിൽ നാരദമുനി ഇത് അതായത് വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് ആ ശ്ലോകം എന്ന് പറഞ്ഞു: ഓ നമോ ഭഗവതേ ധൂപ്യം വാസുദേവായ ധീമഹി പ്രത്യുത്മനായ അനിരുദ്ധായ നാമ സംഘർഷണായ. ഈ ശ്ലോകത്തിൽ കൂടി നാരദമുനി അതായത് വ്യാസദേവന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ 4 ചതുർവ്യൂഹത്തെ പറ്റി. അതിനകത്ത് പറയുന്ന ഓ നമോ ഭഗവതേ ധൂപ്യം, അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണ വിസ്തരണങ്ങളായിട്ടുള്ള പ്രത്യുത്മനൻ, അനിരുദ്ധൻ, സംഘർഷൻ എന്നിവർ അടക്കം വാസുദേവന്റെ മഹാത്മ്യങ്ങളെ നമുക്ക് ഏവർക്കും ജപിക്കാം. അപ്പൊ ഈ മന്ത്രങ്ങൾ ഉണ്ട്. അതായത് നമ്മുടെ ഇതിനകത്ത് പഞ്ചരാത്ര വിധി അനുസരിച്ച് ഈ മന്ത്രങ്ങൾ അന്ന് ചൊല്ലിയിരുന്നു. അപ്പൊ ഇത് നാരദമുനി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്ന ഈ 4 ചതുർവ്യൂഹം പറഞ്ഞിട്ട് അത് ഭഗവാന്റെ പൂർണ്ണ വിസ്താരങ്ങളാണെന്ന് പറയുന്നു. ഇതില് വസുദേവനും സംഘർഷനും, അപ്പൊ അവർ മധ്യത്തിൽ ലെഫ്റ്റും റൈറ്റ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അതിൻ്റെ അതായത് വസുദേവന് സംഘർഷനും മധ്യത്തിൽ ഇടത്തും വലത്തും, അതുപോലെ തന്നെ പ്രത്യുത്മൻ സംഘർഷന്റെ വലത്തും, അനിരുദ്ധൻ വസുദേവന്റെ ഇടത്തും. ഇങ്ങനെയാണ് ഈ 4 ഈ പൂർണ്ണ വിസ്തരണ രൂപങ്ങൾ നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നതിന് നമ്മൾ ധീമഹി എന്നാണ് പറയുന്നത്. ഈ മന്ത്രം ചൊല്ലുന്നത് നാരദമുനി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ എന്നുള്ള അധ്യായത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വസുദേവൻ, സംഘർഷണ, പ്രത്യുമ, അനിരുദ്ധൻ എന്നിവ പ്രഥമ ചതുർവ്യൂഹങ്ങളാകുന്നു. ഇവരിൽ നിന്ന് മറ്റെല്ലാ ചതുർവ്യൂഹങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. അവരെല്ലാം വിശുദ്ധ തുരീയാവസ്ഥയിലാണ്. അപ്പൊ ഇവരെല്ലാം
എന്താണ് ശരിക്കുമുള്ള ഭഗവാന്റെ ആദ്യത്തെ പൂർണ്ണ വിസ്തരങ്ങൾ. നമുക്കറിയാം വസുദേവന് സംഘർഷം എന്ന് പറഞ്ഞ ഭഗവാൻ കൃഷ്ണന് ബലരാമനുമാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞ പ്രദ്യുമ്നും അനിരുദ്ധനും. ഈ 4 ഇതിന് നമ്മൾ എന്താണ് 4 എയ്ഡഡ് ലാമ്പ് എന്നാണ് പറയുന്നത്. ഈ ശരിക്കുമുള്ള നമ്മുടെ 4 എയ്ഡഡ് ലാമ്പ് എന്ന് പറയുന്നത് പൂർണ്ണ വിസ്തരങ്ങളാണ്. ഈ ഭഗവാന്റെ പൂർണ്ണ 4 വിസ്തരങ്ങളാണിത്. അതിൽ വസുദേവന് സംഘർഷനും പ്രദ്യുമ്നും അനിരുദ്ധനും ഈ 4 പേരാണ്. അപ്പൊ ഇത് പണ്ട് ഇത് ഈ മന്ത്രം ചൊല്ലിയിരുന്നു. അതിനെ നമ്മൾ ധീമഹി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ചാൻറ്റിങ്ങിന് പറഞ്ഞത്. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവതത്തിലെ നാരദമുനി വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ശരിക്കുമുള്ള ഭഗവാന്റെ തുര്യാവസ്ഥ എന്നാണ് പറഞ്ഞത്. സ്വയം രൂപം തന്നെ. ശ്ലോകം 25. ഏയിത്തിന ലോകേ കൃഷ്ണ കേവല ലീലാമായ നിജ ഗുണലന മേഘേ ആനന്ദ സമയ വർദ്ധനം. ഈ 3 സ്ഥലങ്ങളിൽ ദ്വാരക, മധുര, ഗോകുലം മാത്രം സർവലീലാമയനായ ശ്രീകൃഷ്ണൻ തൻ്റെ പാർഷദമാരുമൊത്ത് ആനന്ദലീലകൾ ആടും. ഈ 3 സ്ഥലത്ത് അതേതൊക്കെയാണ്? ഈ തീന ലോകേ കൃഷ്ണ കേവല ലീലാമയ നിജഗുണ ലന കേലി അനന്ത സമയ. അതായത് വിവർത്തനം ഈ 3 സ്ഥലങ്ങളിൽ ദ്വാരകയിലും മധുരയിലും ഗോകുലം മാത്രം സർവലീലാമയനായ ശ്രീകൃഷ്ണൻ തൻ്റെ പാർഷദന്മാരുമൊത്ത് അനന്തലീലകൾ ആടും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ശരിക്കും ഭഗവാന്റെ ലീലകൾ നടക്കുന്ന ഈ 3 സ്ഥലങ്ങൾ ഗോലോക വൃന്ദാവനത്തിലാണ് ശരിയായിട്ട് നടക്കുന്നത്. പക്ഷെ ഭഗവാൻ ദ്വാപരയുഗത്തിൽ കൃഷ്ണനായിട്ട് അവതരിച്ചപ്പോഴും അദ്ദേഹം ഈ സ്ഥലങ്ങൾ ഭൂമിയിലും അദ്ദേഹം അതിൻ്റെ ഒരു ഇത് തന്നെ സൃഷ്ടിച്ചു. അവിടെ നമുക്കതിപ്പോഴും എപ്പോഴും നമ്മളെല്ലാവരും പോകുന്ന വൃന്ദാവനം. അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം അവിടെയും നമുക്ക് കാണാം. ഭഗവാൻ ഈ ദ്വാരയുഗത്തിൽ, അതായത് കാരണം എന്താണ്, ഭഗവാൻ അതേ രൂപത്തിലാണ് ഇവിടെ വന്നത്, ഇല്ലേ? ഏതേ അംശ കലാ പുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. ദ്വാപരയുഗത്തിൽ അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വയമാണ്. നിങ്ങൾ ആ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഏതേ അംശ കലാ പുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. ഇത് ഭഗവാൻ അതേ ഗോലോക വൃന്ദാവനത്തിലുള്ള ഭഗവാൻ സ്വയം വന്നിട്ടുള്ളതാണ് ഈ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഈ സ്ഥലവും അവിടെയും നമുക്ക് കാണാം. അദ്ദേഹം അവിടെയും സൃഷ്ടിച്ചു. നമ്മളിപ്പം അവിടെ പോകുന്ന വൃന്ദാവനത്തിലെ ഈ സ്ഥലങ്ങൾ, ദ്വാരകയുണ്ട് അവിടെ, ഇല്ലേ? അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള അദ്ദേഹം രാജ്യം ഭരിച്ച ദ്വാരകയുണ്ട്. അതുപോലെ തന്നെ വൃന്ദാവനം, അദ്ദേഹത്തിന്റെ ലീലകൾ നടന്ന 12 വനങ്ങൾ വൃന്ദാവനം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഗോകുലം, ഇല്ലേ? ഗോകുലത്തിലല്ലേ ഭഗവാൻ ജനിക്കുന്നത്, ഇല്ലേ? അവിടെ യശോദാമ്മ അവിടെ അല്ലേ ഭഗവാനെ വളർത്തുന്നു. ഈ 3 സ്ഥലങ്ങളും നമ്മൾ അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചപ്പോഴും അവിടെ താഴേക്ക് കൊണ്ടുവന്നു, ഈ ഭൗതിക ലോകത്തിൽ കൊണ്ടുവന്നു. അത് ഭക്തന്മാർക്ക്, അതുകൊണ്ടാണ് ഭക്തന്മാർ ഇന്നും അവിടെ വൃന്ദാവനത്തിൽ പോകുന്നതും ഭഗവാനെ അവിടെ നേരിട്ട് എന്താണ് ഭഗവാന്റെ ആ ലീലകൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അതിൻ്റെ പ്രധാന കാരണം ഭഗവാൻ സ്വയം അവതരിച്ചത് കൊണ്ടാണ്, ഇല്ലേ? കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. അതേ ഗോലോക വൃന്ദാവനത്തിലുള്ള ഭഗവാൻ സ്വയം ഇവിടെ അവതരിച്ചതാണ് കൃഷ്ണ അവതാരം എന്ന് പറയുന്നത്. അതാണ് പൂർണ്ണ പുരുഷോത്തമൻ. അതുകൊണ്ടാണ് ഭഗവാനെ പൂർണ്ണ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നമുക്ക് എന്താണ് ലീലാ പുരുഷോത്തമൻ. ഈ പൂർണ്ണ പുരുഷോത്തമൻ മാത്രമല്ല, ഈ പൂർണ്ണ പുരുഷോത്തമന്റെ പൂർണ്ണ അവതാരത്തിലാണ് എന്താണ് ലീല പൂർണ്ണമായിട്ട് നമ്മൾ പൂർണ്ണ ലീല നമുക്ക് അനുഭവിക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹം കാട്ടിത്തന്നത് ഈ അവതാരത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലീലാ പുരുഷോത്തമൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാത്രമല്ല അതിന് ശേഷം വന്ന സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു, അദ്ദേഹത്തെ നമ്മൾ പ്രേമ പുരുഷോത്തമൻ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുന്നതിന് മുമ്പ് ശ്രീരാമനും വന്നിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ മര്യാദ പുരുഷോത്തമൻ എന്ന പേരിലാണ്. അപ്പൊ ഈ 3
വ്യക്തികളെയും ഭഗവാന്റെ രൂപങ്ങളെയും നമ്മൾ വ്യത്യസ്ത പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ത്രേതായുഗത്തിൽ വന്ന ശ്രീരാമനെ മര്യാദ പുരുഷോത്തമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനുശേഷം ദ്വാപരയുഗത്തിൽ വന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ പൂർണ്ണ പുരുഷോത്തമൻ അല്ലെങ്കിൽ ലീലാ പുരുഷോത്തമൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതിനുശേഷം കലിയുഗത്തിൽ വന്ന ഭഗവാൻ ശ്രീ രാധാകൃഷ്ണ സ്വരൂപായ രാധയും കൃഷ്ണനും കൂടെ ചേർന്നിട്ടുള്ള ആ രൂപം ഇത് ശ്രീ ചൈതന്യായ നമോ നമഃ, ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ അദ്ദേഹം അവതരിച്ചു. ആ അവതാരത്തിൽ അദ്ദേഹം പ്രേമ പുരുഷോത്തമനായിട്ടാണ് അദ്ദേഹം തൻ്റെ ലീലകൾ ചെയ്തത്. അപ്പം മനസ്സിലായി കാണും, ശ്രീരാമൻ മര്യാദ പുരുഷോത്തമൻ, അദ്ദേഹം മര്യാദയാണ് എല്ലായിടവും നോക്കിയിരുന്നത്. ആ കഥകൾ രാമായണം നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടും അദ്ദേഹം മര്യാദയാണ് നോക്കുന്നത്. പ്രജകൾക്കൊക്കെ അവര് പറഞ്ഞ അവരുടെ വാക്കുകൾക്ക് പോലും അദ്ദേഹം മര്യാദ കൽപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ നിയമം കൈക്കൊണ്ടു, സ്വന്തം കുടുംബ കാര്യത്തിൽ പോലും. അതുകൊണ്ടാണ് സീതാദേവി അദ്ദേഹം കാട്ടിൽ ഉപേക്ഷിച്ച് പോകുന്നതൊക്കെ ഒരു പ്രജയുടെ അന്വേഷണത്തിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ഒരു അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മര്യാദ പുരുഷോത്തമൻ എന്ന് നമ്മൾ ശ്രീരാമചന്ദ്ര ഭഗവാനെ വിളിക്കുന്നത്. അതിനുശേഷം വന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം, അദ്ദേഹം സാധാരണ ഭഗവാൻ വരുന്നത് ഏത് അംശകലാപുംസു, അദ്ദേഹം അംശമായിട്ടോ അല്ലെങ്കിൽ അവതാരത്തിന്റെ അംശമായിട്ടോ ഒക്കെയാണ് വരാറുള്ളത് സാധാരണ. പക്ഷെ കൃഷ്ണാവതാരം എന്ന് പറഞ്ഞത് എന്താണ്? ഭഗവാൻ സ്വയം എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പൂർണ്ണ പുരുഷോത്തമൻ. അതേ ആ പൂർണ്ണമായിട്ടുള്ള അവതാരമാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം. അതിൻ്റെ പ്രത്യേകത എന്താണ്? ലീല പുരുഷോത്തമൻ എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. കാരണം ഇത്രയും ലീലകൾ കാഴ്ചവെച്ച ഒരു അവതാരവും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തെ പൂർണ്ണ പുരുഷോത്തമനെന്നും മാത്രമല്ല ഇത്രയും ലീലകൾ കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രേമ പുരുഷോത്തമൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. അതിനുശേഷം വന്ന കലിയുഗത്തിന്റെ അവതാരമായിട്ടുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിന് നമ്മൾ പ്രേമ പുരുഷോത്തമൻ, പ്രേമഭക്തി, നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായിനി കൃഷ്ണായ കൃഷ്ണ ചൈതന്യ ഗൗരദേശ നമഃ. കൃഷ്ണായ കൃഷ്ണ ചൈതന്യം, ആ കൃഷ്ണ പ്രേമം നമുക്ക് തരുന്നതിന് ഇത്രയും വേറെ ഒരു ഇത്രയും കാരുണ്യാവതാരം നമ്മൾ ഭഗവാന്റെ ഒരു അവതാരത്തിലുണ്ട്. കാരണം ജഗ ആൻഡ് മഗ എന്നുള്ള അങ്ങനെയുള്ള ആഭാസന്മാർക്ക് പോലും കൃഷ്ണപ്രേമം കൊടുത്ത അവതാരമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രേമ പുരുഷോത്തമൻ എന്നുള്ള അവതാരം എന്ന് പറയുന്നത്. അത്രയും കാരുണ്യം ഒരു അവതാരത്തിലും അദ്ദേഹം കൊടുത്തിട്ടില്ല. അതാണ് മോസ്റ്റ് മാഗ്നിഫിഷ്യന്റ് അവതാരം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ടത്. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിനി. അദ്ദേഹം അതിൻ്റെ ഉദ്ദേശം കൃഷ്ണപ്രേമം തരുന്നതിന് വേണ്ടിയിട്ടാണ്. കൃഷ്ണപ്രേമപ്രദായിനി കൃഷ്ണായ കൃഷ്ണ ചൈതന്യ ഗൗരദേശ നമഃ. അദ്ദേഹം കൃഷ്ണ ചൈതന്യം എന്നുള്ള പേരിൽ ഗൗരംഗ മഹാപ്രഭു എന്ന പേരിൽ അവതരിച്ചു. അതാണ് പ്രേമ പുരുഷോത്തമൻ എന്നുള്ള പേരിൽ നമുക്ക് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ശ്ലോകം 26. അപ്പൊ ഭഗവാന്റെ സ്വരൂപ ലീലകൾ നടക്കുന്ന 3 സ്ഥലങ്ങളാണ് ദ്വാരക, മധുര, ഗോകുലം. 26 ശ്ലോകം. പരമാം യോ മധ്യകാരി സ്വരൂപ പ്രകാശ നാരായണ രൂപേകരന വിവിധ വിലാസ. അതായത് പരമമോഹ മധ്യ ആധ്യാത്മിക ആകാശത്തിൽ കരി ചെയ്യുക, സ്വരൂപ പ്രകാശ സ്വരൂപം പ്രദർശിപ്പിക്കുന്നു, നാരായണ രൂപം കരേന നിർവഹിക്കുന്ന വിവിധ വിലാസം നാനാവിധ ലീലകൾ പ്രവർത്തനം. പരമവ്യോമത്തിന്റെ വൈകുണ്ഠ ലോകത്തിൽ അവിടുന്ന് നാരായണ രൂപത്തിൽ നാനാ ലീലകളോട്
ആടുകയും ചെയ്യുന്നു. അപ്പൊ ഇതില് ഭഗവാൻ പരമവ്യോമത്തിന്റെ വൈകുണ്ഠ ലോകങ്ങളിൽ അവിടുന്ന് നാരായണ രൂപത്തിൽ നിന്നാണ് ശ്രീലോക ആടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് നാരായണ രൂപത്തിൽ വൈകുണ്ഠ ലോകത്തിൽ അദ്ദേഹം അനേക അവതാരങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം വൈകുണ്ഠ ലോകത്തിൽ നാരായണ രൂപമാണ്. മാത്രമല്ല പാഞ്ചരാത്രി വിധിയിൽ നാരായണനെയാണ് നാരദമുനി പറയുന്ന നാരായണ രൂപത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധ്രുവ മഹാരാജനെ നാരദമുനി പറഞ്ഞു കൊടുക്കുന്നത് നാരായണ രൂപത്തെ പറ്റിയാണ് പറഞ്ഞത്. ഈ കുട്ടി തപസ് വനത്തിൽ പോയി ഭഗവാനെ കാണാൻ വനത്തിലേക്ക് പോകുമ്പോൾ അതായത് നാരദമുനി കുട്ടിയെ കണ്ടിട്ട് പറയും, നീ കുട്ടിയാണ്, വീട്ടിലേക്ക് പോ, തിരിച്ചു പോ, കുറെ പ്രായമാകുമ്പോൾ നമുക്ക് വനത്തിൽ പോയി തപസ് ചെയ്യാം. അപ്പൊ ഈ കുട്ടി എന്താണ് പറയുന്നത്, അതായത് അങ്ങ് എന്നെ രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ സഹായിക്കാനെന്നുണ്ടെങ്കിൽ സഹായിക്കാതെ, അല്ലെങ്കിൽ വഴിമാറി തരിക എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഈ കുട്ടി ഭഗവാനെ വനത്തിൽ പോയി തപസ് ചെയ്യാനായിട്ട് വരുന്നത്. നാരദമുനി കൊച്ചുകുട്ടിയാണ്, 5 വയസ്സ് പ്രായമാണ്. അതുകൊണ്ട് കുട്ടിയെ കൊണ്ട് പറഞ്ഞു, നീയിപ്പം ബാലസ്ഥാവിൽ ക്രീഡാസക്തി, അതായത് ബാല്യകാലമാണ്, നീയിപ്പം കളിച്ച് രസിച്ച് നടക്കേണ്ട സമയമാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് പറയും. പക്ഷേ കുട്ടി എന്താണ് പറഞ്ഞത്, ഞാൻ അനുഭവിക്കുന്ന മനോവേദന അങ്ങേക്ക് അറിയത്തില്ല, അതുകൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ വഴിമാറി തരിക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ നാരദമുനിക്ക് മനസ്സിലായി ഈ കുട്ടി വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഭഗവാനെ കാണാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കാൻ തന്നെയാണ് പോകുന്നതെന്ന് നാരദമുനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് നാരദമുനി പറയുന്നത് എന്താണ്, അതായത് ജനനി പാന്ത, നിന്റെ അമ്മ ഉപദേശിച്ച വഴി തന്നെയാണ് ഏറ്റവും ശ്രേയസ്സായിട്ടുള്ള വഴി എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജനനി പാന്ത ശ്രേയസ, നിന്റെ അമ്മ പറഞ്ഞ ആ വഴി തന്നെയാണ് ശ്രേയസ്സായിട്ടുള്ള വഴി. അപ്പൊ അതുകൊണ്ട് നീ അടുത്തുള്ള നദിയിൽ പോയി കുളിച്ചിട്ട് വരിക, ദേഹശുദ്ധി ചെയ്തിട്ട് വരിക, നിനക്ക് ഞാനെല്ലാം പറഞ്ഞു തരാം, ഭഗവാനെ പറ്റിയുള്ള എല്ലാ വിവരണങ്ങളും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കുട്ടിയെ നദിയിലേക്ക്, യമുന നദിയിലേക്ക് കുളിക്കാൻ വിടുന്നു. കുളിച്ച് ശുദ്ധി ചെയ്തിട്ട് വരാൻ പറഞ്ഞു വിടുന്നു. അങ്ങനെ കുട്ടി നദിയിൽ പോയി കുളിച്ച് ശുദ്ധിയായിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഭഗവാന്റെ പറ്റിയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, അതായത് കൗസ്തുഭാംഗം ഘനശ്യാം പുരുഷം വനമാലിനി ശംഖ് ചക്ര ഗദാപത്മേ അവിവ്യക്ത ചതുർഭുജം. കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന ഭഗവാൻ എന്താണ്, ഭഗവാന്റെ വക്ഷസ്സിൽ കൗസ്തുഭമണിയുണ്ട്. അപ്പൊ വൈകുണ്ഠ ലോകത്തിൽ ഭഗവാനെ തിരിച്ചറിയാനുള്ള വഴി എന്താണ്, അദ്ദേഹത്തിന്റെ വക്ഷസ്സിൽ കൗസ്തുഭമണിയുണ്ട്. കൗസ്തുഭാംഗം ഘനശ്യാം, അദ്ദേഹത്തിന് നമുക്ക് ഭഗവാൻ നാരായണനെ തിരിച്ചറിയാനുള്ള ഏക വഴി അദ്ദേഹത്തിന്റെ വക്ഷസ്സിൽ കൗസ്തുഭമണി ഉണ്ടായിരുന്നു. അതാണ് നാരദമുനി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ധ്രുവന് പറഞ്ഞു കൊടുക്കുന്നത്. പുരുഷം വനമാലിനം, അദ്ദേഹത്തിന്റെ കഴുത്തിൽ വനമാല ഉണ്ടായിരിക്കും, ഹാരമുണ്ടായിരിക്കും. ശംഖ് ചക്ര ഗദ പത്മ, അദ്ദേഹത്തിന്റെ കൈകളിൽ ശംഖ്, ചക്രം, ഗദ, പത്മ, ഈ 4 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിവ്യക്ത ചതുർഭുജം, അങ്ങനെ ചതുർഭുജങ്ങളുള്ള ഭഗവാനെയാണ് നിനക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് നീ ഈ രൂപത്തെ ധ്യാനിക്കണം. രൂപം ഭഗവതോ ഏവം ഭഗവതോ രൂപം. അപ്പൊ ഈ രൂപത്തെ നീ മനസ്സിൽ നിരന്തരം ധ്യാനിക്കണം. സുഭദ്രം ദായതേ മനഃ, ഈ രൂപത്തെ, ഭഗവാന്റെയും ചതുർഭുജ രൂപത്തെ നീ മനസ്സിൽ ധ്യാനിക്കണം. സുഭദ്രം ദായതേ മനഃ, അതായത് പൂർണ്ണ ഈ രൂപത്തെ മനസ്സിൽ പൂർണ്ണ രൂപത്തിൽ ധ്യാനിക്കുക. സുഭദ്രം ദായതേ മനഃ പരത്യ നിവർത്തയ തോന്നുന്ന സമ്പന്നം ഇതി നിവർത്തതേ. അങ്ങനെ നിന്റെ മനസ്സ് ഈ പൂർണ്ണ രൂപത്തിൽ ഭഗവാനെ നിരന്തരം നീ ധ്യാനിക്കുകയാണെങ്കിൽ, മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ മനസ്സ് സംതൃപ്തമായി, സമ്പന്നം ഇതി നിവർത്തത, നിന്റെ മനസ്സ് എന്താണ്,
ഫിൽഡ് വിത്ത് എന്താണ് എൻറിച്ച്മെന്റ് എന്നാണ് പറഞ്ഞത്. ഈ രൂപത്തിൽ ഭഗവാനെ പൂർണ്ണ രൂപത്തിൽ നിരന്തരം മനസ്സ് ഒരു നിമിഷം പോലും ചെയ്യാതെ ആ രീതിയിൽ പൂർണ്ണ രൂപത്തിൽ ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് എന്താണ് ഫിൽഡ് വിത്ത് എൻറിച്ച്മെന്റ് എന്നാണ് പറയുന്നത്. നിന്റെ മനസ്സ് പൂർണ്ണ സംതൃപ്തമായിരിക്കും. ആ മനസ്സിൻ്റെ ഒരു രൂപത്തിലേക്കും വ്യതിചലിക്കത്തില്ല. അതാണ് ഭഗവാനെ ഈ രൂപത്തിൽ ധ്യാനിക്കാനുള്ള പ്രത്യേകത. ആ കുട്ടിയെ അത് കൂട്ട് തന്നെ നാരദമുനി എങ്ങനെ പറഞ്ഞു അതേ രീതിയിൽ ഭഗവാനെ വനത്തിൽ പോയി തലവനത്തിൽ പോയി അദ്ദേഹം ഭഗവാനെ നിരന്തരം 6 മാസം ധ്യാനിച്ചു. സോ അതേ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഈ കുട്ടിക്ക് നേരിട്ട് വന്ന് ദർശനം കൊടുത്തു. അതാണ് അതിന്റെ പ്രത്യേകത. ഗോലോക വൃന്ദാവനത്തിൽ നിന്ന്. കാരണം ഈ കുട്ടിയുടെ തപശ്ചര്യ കൊണ്ട് ആദ്യം ഈ കുട്ടി ഒരു ദിവസം ആഹാരം കഴിച്ചു, പിന്നെ ഒരു ദിവസം ആഹാരം കഴിക്കാതെ, അതിനടുത്ത ദിവസം ആഹാരം കഴിച്ചു. അടുത്ത ആഴ്ച മുതൽ അത് 3 ദിവസം ഒരിക്കൽ ആഹാരം കഴിക്കാൻ തുടങ്ങി. അത് മാറ്റിയിട്ട് പിന്നെ അടുത്ത ആഴ്ച മുതൽ ആഴ്ചയിൽ ഒരിക്കൽ ആഹാരം കഴിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് 3 ദിവസത്തിൽ ഒരിക്കൽ വെള്ളം കുടിക്കാൻ തുടങ്ങി. ആ രീതിയിലുള്ള കഠിന തപശ്ചര്യ ചെയ്തു. അങ്ങനെ ആ കുട്ടിയുടെ കഠിന തപസ്സുകൊണ്ട് ഈ ദേവലോകം പോലും അതിതീക്ഷ്ണമായിട്ടുള്ള എന്താണ് നമ്മുടെ ഈ ചൂട് അവർക്ക് അനുഭവങ്ങൾ. അങ്ങനെ ദേവന്മാരെല്ലാം ബ്രഹ്മദേവന്റെ അടുക്ക് വന്ന് പരാതി പറയുന്നു. അവർക്ക് ആർക്കും അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, അതികഠിനമായിട്ടുള്ള ചൂട്. അവരെല്ലാവരും ബ്രഹ്മദേവന്റെ അടുക്കൽ നിന്ന് പരാതി പറയുന്ന അവരെല്ലാം ഇങ്ങനെ ബ്രഹ്മദേവനുമായിട്ട് ഇവരെല്ലാം ഭഗവാന്റെ അടുക്കൽ സങ്കടം കൊണ്ടിട്ടാണ് ചെല്ലുന്ന. ഭഗവാന്റെ അടുക്കൽ പരാതി പറയാൻ ചെല്ലുന്നു. ഭഗവാൻ ഇവരെ കണ്ടപ്പോൾ തന്നെ പറയും, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഇതിന്റെ കാരണം എന്താണ്? ഈ ധ്രുവൻ എന്ന കുട്ടി കഠിന തപസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് ഞാനിപ്പം തന്നെ ഈ ധ്രുവനെ എൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വസ്ഥമായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോവുക. ഇതിനെല്ലാം ഞാൻ ഉടനെ തന്നെ പരിഹാരം ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് ധ്രുവൻ തലവനത്തിലേക്ക് വന്ന് ധ്രുവ മഹാരാജന്റെ. അപ്പൊ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്നും ധ്രുവന്റെ അടുക്കിലേക്ക് അറിയാം ഭഗവാൻ അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നതിന് ഒരല്പസമയം. ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു നിമിഷം ഭഗവാൻ ഒന്ന് അപ്രത്യക്ഷം. കാരണം ഈ കുട്ടിയുടെ നിരന്തരമായിട്ടുള്ള ധ്യാനമാണ് ഭഗവാന്റെ ആ രൂപത്തെ തന്നെ. നാരദമുനി പറഞ്ഞ ആ രൂപത്തെ കോൺസ്റ്റന്റ്ലി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു നിമിഷം ഭഗവാൻ ആ ഗോലോക വൃന്ദാവനത്തിൽ നിന്നും ഭൗതിക ലോകത്തിലേക്ക് വരുന്ന ആ ഒരു നിമിഷം ഈ മനസ്സിൽ നിന്ന് ഭഗവാന്റെ രൂപം മാറി. അങ്ങനെ ഈ കുട്ടി കണ്ണു തുറന്നു. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ അതേ രൂപം തന്നെ തൻ്റെ മുന്നിൽ നിർത്തും. അതേ ഭഗവാൻ തൻ്റെ മുന്നിൽ നിർത്തുന്നു. ഈ കുട്ടിയെ ഭഗവാൻ മുന്നിൽ വന്നപ്പോൾ എങ്ങനെ ഭഗവാനെ ആദരിക്കണമെന്നോ എങ്ങനെ സ്വീകരിക്കണമെന്നൊന്നും അറിയില്ല. കുട്ടി എന്താണ്, ഒരു വടി എങ്ങനെ താഴെ വീഴും, പ്രഭാത അതിനകത്ത് പറയുന്നത്, ഒരു വടി താഴെ എങ്ങനെ വീഴുന്നു. ഈ കുട്ടി പെട്ടെന്ന് എന്താണ് ഒരു വടി താഴെ വീഴുന്ന പോലെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് അങ്ങനെ പ്രണാമം ചെയ്ത് ഭഗവാന്റെ പാദങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആകെ ഭ്രാന്തിപ്പെടുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഭഗവാൻ എവിടെ ഇരുത്തണം, എങ്ങനെ ആദരിക്കണം ഒന്നും അറിയില്ല. 5 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ വിഭ്രാന്തി കണ്ടിട്ട് തൻ്റെ കയ്യിരുന്ന ശംഖു കൊണ്ട് അതിൻ്റെ ഉച്ചിയിലൊന്ന് സ്പർശിച്ചു. അപ്പൊ ആ നിമിഷം ആ സ്പർശന മാത്രയിൽ തന്നെ ധ്രുവ മഹാരാജന് എല്ലാ വേദങ്ങളുടെയും പൊരുൾ മനസ്സിലായി. ഭഗവാൻ ആരാണെന്നും ആത്മാവ് ആരാണെന്നും പരമാത്മാവ് ആരാണെന്നും എന്താണ് ഭക്തി എന്താണെന്നും ആ ഭക്തിയുടെ സേവനം എന്താണെന്നും എല്ലാം ആ കുട്ടിക്ക് ശാസ്ത്രത്തിന്റെ പൊരുൾ എന്താണെന്നും എല്ലാം ആ കുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ തുറന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനെ അദ്ദേഹം സ്തുതിക്കുന്നതാണ്. കാരണം ഈ കുട്ടി എന്താണ് ബ്രഹ്മദേവനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഭൗതിക അഭിലാഷമായിട്ടാണ് പോയത്. കാരണം സ്വന്തം അച്ഛൻ്റെ മടിയിൽ കയറാൻ അനുവദിക്കാതെ രണ്ടാനമ്മ ഈ കുട്ടിയെ ശകാരിക്കുന്ന സുരുചി, സ്വയം എന്താണ് സ്വയം രുചി ആസ്വദിക്കുന്നവൾ, അതാണ് സ്വരുചി.
സ്വന്തം സുര്യം, അതായത് സ്വയം രുചി അനുഭവിക്കുന്നു, സ്വന്തം രുചി മാത്രം കാക്ഷിക്കുന്നവർ, അതാണ് സുരുചി. സുരുചി ഈ കുട്ടിയെ ഷൗട്ട് ചെയ്യുന്നതാണ്. അതായത് നിനക്കതിനുള്ള അധികാരമില്ല, നീ എൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ചാൽ മാത്രമേ നിന്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂ എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ശകാരിക്കുന്നതാണ്. അങ്ങനെ കുട്ടി അതീവ തീവ്രമായിട്ടുള്ള എന്താണ് മനഃക്ഷോഭത്തോടുകൂടി സ്വന്തം അമ്മയുടെ അടുക്കിലേക്ക് ഓടി വരുന്നതാണ്. സുനീതി, നീതി മാത്രം കാക്ഷിക്കുന്നവർ, ധർമ്മം മാത്രം കാക്ഷിക്കുന്നവർ. അങ്ങനെ സുനീതി, നീതിയുടെ അടുക്കിലേക്ക് വരുന്നു. സുനീതിയുടെ അടുക്ക് വന്ന് തന്നെ സങ്കടം ഉണർത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് ആ കുട്ടി പൊട്ടിക്കരയാണ് അമ്മയുടെ മടിയിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുട്ടി പൊട്ടിക്കരയാണ്. ഇത് കണ്ടപ്പോൾ സുനീതി പറയാണ്, എന്താ മകനെ, നിനക്കറിയാവല്ലോ എനിക്ക് ഈ കൊട്ടാരത്തിൽ യാതൊരു സ്ഥാനവുമില്ല. കാരണം നിന്റെ അച്ഛന് നിന്റെ രണ്ടാനമ്മയോടാണ് സ്നേഹം. അവര് പറയുന്നതാണ് നിന്റെ അച്ഛൻ കേൾക്കുന്നത്. എനിക്ക് ഈ കൊട്ടാരത്തിൽ ഒരു സ്ഥാനവുമില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യുക, എന്താണ്, നീ നിന്റെ സങ്കടം ഭഗവാനോട് പറയും. നീ ഭഗവാനോട് പറയാം, നിന്റെ പ്രശ്നം നീ ഭഗവാനോട് പറയും. തീർച്ചയായിട്ടും ഭഗവാൻ അതിനൊരു വഴിയുണ്ടാകും. ഈ കുട്ടി ഭഗവാനോട് പറയാന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ആശ്ചര്യത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. കുട്ടി ചോദിക്കുക, എവിടെ ഉണ്ട് ഭഗവാൻ? ആ സുനീതി പറഞ്ഞ്, വനത്തിലുണ്ട്. ആ കുട്ടി ഇത് കേട്ടപ്പോൾ എന്താണ്, ആ നിമിഷം കൊട്ടാരം വിട്ട് വനത്തിലേക്ക് പോയി. തീവ്രമായ കരഞ്ഞുകൊണ്ട് ആ കുട്ടി ഭഗവാനെ കാണാൻ അതിവേഗത്തിൽ കരഞ്ഞുകൊണ്ട് ഭഗവാനെ കാണാൻ വേണ്ടി വനത്തിലേക്ക് പോകാൻ വേണ്ടി അത് ഓടുകയാണ്. ഈ സമയത്താണ് നാരദമുനി ഇത് തൻ്റെ ദിവ്യ ചക്ഷുസാൽ കാണുന്നത്. ഈ കുട്ടിയെ ഇടയ്ക്ക് വന്ന് കുട്ടിയെ സാന്ത്വനപ്പെടുത്താൻ നോക്കുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷേ കുട്ടി തൻ്റെ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുകയും ഭഗവാനെ കാണാൻ തന്നെ ഉള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ നാരദമുനി പറഞ്ഞു, നിന്റെ അമ്മ പറഞ്ഞ വഴി തന്നെയാണ് ശരിയായിട്ടുള്ള വഴി. അങ്ങനെ ഈ കുട്ടിയെ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് വനത്തിലേക്ക് അയക്കുന്നു. അപ്പൊ അങ്ങനെ 6 മാസം കൊണ്ട് നാരദമുനിയുടെ ശിക്ഷണത്തിൽ അത് കുട്ടിയോട് പറയുന്നുണ്ട്, എന്താണ്, നീ ഭഗവാന്റെ അടുക്ക പോയി നിന്റെ കാര്യം പറയണം. അതായത് നീ ഭഗവാന്റെ അടുക്ക പോയി അഭിമുഖം സക്സസ്. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നീ ഭഗവാന്റെ അടുക്ക അഭിമുഖമായിട്ട് പോയി നിന്റെ കാര്യം പറയണമെന്നാണ് പറയുന്നത്. പ്രസാദ അഭിമുഖം സത്സത് പ്രസന്ന വദന ഇക്ഷണം. അതായത് എപ്പോഴും പ്രസന്നനായിട്ട് നിൽക്കുന്ന, പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ ആ പ്രസന്ന വദനായിട്ടുള്ള ഭഗവാന്റെ അടുക്കെ നേരിട്ട് പോയി നീ കാര്യം പറയണം. അതാണ് പ്രസാദ അഭിമുഖം സത്ത്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും നമുക്കൊരു കാര്യം സാധിക്കണം, ഒരാളിൽ നിന്ന് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ അടുക്ക പോയി നേരിട്ട് സംസാരിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് സാധിക്കുന്നത്. അപ്പൊ നാരദമുനി അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നിന്റെ പ്രശ്നങ്ങൾ നീ ഭഗവാന്റെ അടുക്കത്ത് തന്നെ നേരിട്ട് തന്നെ പറയുക. അപ്പൊ നിനക്കത് വളരെ പെട്ടെന്ന് സാധിച്ചു തരും. അതാണ് പ്രസാദ അഭിമുഖം സത്സ. നീ അഭിമുഖമായിട്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ നേരിട്ട് എന്ന് ഭഗവാനോട് പറയുക എന്നാണ് ഈ കുട്ടിയോട് പറഞ്ഞു. പ്രസന്ന വദനേക്ഷണം. ഭഗവാൻ എപ്പോഴും പ്രസന്നനാണ്. നോക്ക്, ഭഗവാന്റെ ഏത് രൂപം എടുത്ത് നോക്കിയാൽ എപ്പോഴും പുഞ്ചിരി തോന്നിക്കൊണ്ട് നിൽക്കുന്നതാണ് ഭഗവാൻ. ഏവരെയും ആകർഷിക്കുന്ന അല്ലേ ആ ഒരു കള്ളച്ചിരി നമ്മൾ പറയത്തില്ലേ, കണ്ണന്റെ കള്ളച്ചിരി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ ഭഗവാൻ എല്ലാവരെയും ആകർഷിക്കാൻ, ഓരോ ജീവാത്മാവിനെ ആകർഷിക്കാൻ പുഞ്ചിരിയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഭൗതിക ലോകത്തിലെ ഓരോ ബദ്ധാത്മാവിനെ തിരികെ ഭഗവത് വ്യോമത്തിലേക്ക് കൊണ്ടുപോകാൻ, ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം സുസ്മേരവതനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുനാസം സുപ്രകാരം ചാരു കപോലം സുരസുന്ദരം. നാരദമുനി പറയുന്നു, അദ്ദേഹത്തിന്റെ നീണ്ട നാസിക, അതിന് മുകളിലായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സുപ്രകാരം ചാരു, അതിമനോഹരമായിട്ടുള്ള പുരികക്കൊടികൾ, കപോലം സുരം സുന്ദരം, വിടർന്ന നെറ്റിത്തടങ്ങൾ, ദേവന്മാരെക്കാൾ സുന്ദരനായിട്ടുള്ള ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ അടുക്ക നീ നേരിട്ട് പോയി
നിന്റെ സങ്കടങ്ങൾ ഉണർത്തുക, തീർച്ചയായിട്ടും ഭഗവാൻ വളരെ പെട്ടെന്ന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കുട്ടി അയക്കുന്നു. എന്നിട്ടാണ് ഭഗവാന്റെ രൂപം ഇതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് കൗസ്തുഭാംഗം കനശ്യാമം പുരുഷം വനമാലം ശംഖുചക്രാഗത പത്മേൽ അവിവ്യക്ത ചതുർഭുജ. ഭഗവാൻ പരമദിവ്യം വ്യക്തിയാണ്, 4 കൈകളുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയുണ്ട്, പത്മമുണ്ട്. പുരുഷം വനമാല, അദ്ദേഹത്തിന്റെ കഴുത്തിൽ വനമാല പുഷ്പം ഉണ്ടായി, ഹാരം ഉണ്ടായി. അദ്ദേഹത്തിന്റെ വക്ഷസിൽ കൗസ്തുഭമുണ്ട്. ഈ രൂപമൊക്കെ പറഞ്ഞ കൗസ്തുഭാംഗ ഘനശ്യാമ, അദ്ദേഹം കളറ് കാർമേഘ കളറാണ്. ഇതെല്ലാം പറഞ്ഞ് വിടുന്നു. അങ്ങനെ ഈ കുട്ടി 6 മാസം ഇതെല്ലാം നാരദമുനി പറഞ്ഞതെല്ലാം അക്ഷരം പോലെ ചെയ്തു. ഇങ്ങനെ ഭഗവാൻ 6 മാസത്തിനുള്ളിൽ കുട്ടിക്ക് ദർശനം നൽകുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ എല്ലാ അഭിലാഷങ്ങളും കൊടുക്കുന്ന കഥ അത് വേറെയാണ്. പക്ഷെ ഞാൻ ഈ നാരായണ രൂപത്തെ പറ്റി പറഞ്ഞപ്പോൾ നാരദമുനി ധ്രുവ മഹാരാജനും നാരായണന്റെ രൂപത്തെ പറ്റിയാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഇവിടെയും എന്താണ് ഭഗവാന്റെ ഈ വൈകുണ്ഠ ലോകങ്ങളിൽ അതാണ് നാരായണ ഭഗവാന്റെ ഒഫീഷ്യൽ ഫോമാണ്. പാഞ്ചരാത്ര വിധിയിൽ നാരദമുനി അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭഗവാന്റെ 12 വിഷ്ണു രൂപങ്ങളെ പറ്റിയൊക്കെയാണ് നാരദമുനി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്നതും ഇതാണ്, പാഞ്ചരാത്ര വിധിയാണ്. അതുകൊണ്ടാണ് പാഞ്ചരാത്രി വിധിയും വിന ശ്രുതി സ്മൃതി പുരാണാദി പാഞ്ചരാത്രി വിധിയും വിന അഹൈദിക ഭക്തി ഉൽപ്പത്തത് ന പുംസ എന്നാണ് പറയുന്നത്. നമ്മള് ശ്രുതി സ്മൃതി പുരാണാദി, അപ്പൊ നമ്മള് ശ്രുതി എന്ന് പറഞ്ഞ എന്താണ്, സ്മൃതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ വേദഗ്രന്ഥം, ഇതെല്ലാം ശ്രുതിയും സ്മൃതിയാണ്. ആദ്യം ബ്രഹ്മദേവന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, അത് പിന്നെ ശ്രുതിയും സ്മൃതിയായിട്ട് ആ പരമ്പരയിൽ കൂടി സ്മൃതിയായിട്ട് വരുന്നു. അപ്പൊ അതാണ് ശ്രുതി സ്മൃതി. അപ്പൊ പരമ്പരയിൽ കൂടിയുള്ള ജ്ഞാനം പുരാണാദി. അപ്പൊ ഈ ശ്രുതിയും സ്മൃതിയും ഈ പുരാണ രീതിയിലുള്ള സമ്പ്രദായത്തിൽപ്പെട്ട രീതിയിൽ നമ്മളിത് ഫോളോ ചെയ്യുമ്പോഴാണ് പാഞ്ചരാത്രി വിധം വിന, അതുപോലെ ഈ പാഞ്ചരാത്രി വിധി അനുസരിച്ച് ഭഗവാനെയൊക്കെ നമ്മൾ പൂജിച്ചെങ്കിൽ മാത്രമേ എന്താണ് അഹൈന്ദിക ഭക്തി ന ഉൽപ്പത്തത. ഇതില്ലാതെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഭഗവാനെ പൂജിക്കാൻ ശ്രമിച്ചാലും അറിയാൻ ശ്രമിച്ചാലും ഒരിക്കലും ശരിയായിട്ടുള്ള ഭക്തി ആ മനസ്സിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വിധികൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. പരമ്പര ഫോളോ ചെയ്യണം, നമ്മൾ ഈ ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യണം, ഗുരു പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. പാഞ്ചരാത്രി വിധിമിന ശ്രുതി സ്മൃതി പുരാണാദി പാഞ്ചരാത്രി വിധിമിന. ഇതൊക്കെയാണ് ആധികാരികമായിട്ടുള്ള പ്രമാണങ്ങൾ ഭഗവാനെ മനസ്സിലാക്കാനും. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതല്ലാത്ത രീതിയിൽ ഭഗവാനെ നമ്മൾ സേവിക്കുകയോ അല്ലെ അറിയാൻ ശ്രമിച്ചാൽ എന്താണ്, ഇത് ശരിയായിട്ടുള്ള ഭക്തി അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ഉപദേശാമൃതം, ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ. ഈ അടിസ്ഥാന പ്രമാണങ്ങളൊക്കെ നമ്മൾ ആ തത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പൂർണ്ണ ഭക്തിയോടുകൂടി, പരിശുദ്ധ ഭക്തിയോടുകൂടി, ശുദ്ധ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കാനും ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രത്തിൽ പോകാനും സാധ്യമാകും. അപ്പൊ അതുകൊണ്ട് പറയും. അപ്പൊ ശ്ലോകം 27-28. സ്വരൂപ വിഗ്രഹ കൃഷ്ണേര കേവല ദീപൂജ നാരായണ രൂപേ സേതനു ചതുർഭുജ ശംഖ് ചക്ര ഗദ പത്മേ മഹേശ്വര്യമയ ശ്രീഭൂനീല ശക്തിന യന്നര ചരണ സേവായ. അതായത് സ്വരൂപ വിഗ്രഹ കൃഷ്ണേര കേവല ദീപൂജ നാരായണ രൂപേ ശ്രീ തനു ചതുർഭുജ ശംഖ് ചക്ര ഗദ പത്മേ മഹ ഐശ്വര്യമായ ശ്രീ ഭൂനീല ശക്തി എன்ற ചരണ സേവയ. വർത്തനം ശ്രീകൃഷ്ണന്റെ സ്വന്തം രൂപം ദ്വിഭുജമാണ്. എന്നാൽ നാരായണ രൂപത്തിൽ അവിടുന്ന് 4 കൈകളുണ്ട്. ചതുർഭുജങ്ങളിൽ ശംഖ് ചക്ര ഗദ പത്മം എന്നിവയേന്തിയ ഭഗവാൻ ഐശ്വര്യപൂർണനാണ്.
ശ്രീ ഭൂ നീലശക്തികൾ അവിടുന്ന് പാദസേവനം ചെയ്യും. ഇത് എന്താണ് നമ്മുടെ അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശ്രീ സമ്പ്രദായത്തിലെ ഒരു ശ്ലോകമാണ് പ്രഭുപാദന്റെ പർപ്പൊട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് രാമാനുജന്റെയും മാധവാചാര്യരുടെയും വൈഷ്ണവ വിഭാഗത്തിൽ ശ്രീഭൂ നീലശക്തികളെ കുറിച്ച് വിപുലമായ വിവരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞത് ശ്രീഭൂ, ഇതിനകത്ത് ശ്ലോകത്തിലെ അവസാനം ശ്രീഭൂ നീലശക്തി എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ശ്രീ ഭൂ നീലശക്തികൾ അവിടുന്ന് പാദസേവനം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഇതില് രാമാനുജാര്യരുടെയും മാധവാചാര്യരുടെയും വൈഷ്ണവ വിഭാഗത്തിൽ ശ്രീ ഭൂ നീലശക്തികളെ കുറിച്ച് വിപുലമായി വിവരണങ്ങളുണ്ട്. ബംഗാളിൽ നീലശക്തി ചിലപ്പോൾ ലീലാശക്തി എന്ന് വിളിക്കപ്പെടുന്നു. ഈ 3 ശക്തികളും വൈകുണ്ഠത്തിൽ ചതുർഭുജ നാരായണന്റെ സേവനത്തിൽ നിരതരായിരിക്കുന്നു. അതായത് ഭൂതയോഗി, ശരയോഗി, പ്രാന്തയോഗി എന്നീ 3 ആഴ്വാന്മാർ ഏഹലി ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണന്റെ ഭവനത്തിൽ ആശ്രയം പ്രാപിച്ചപ്പോൾ നാരായണനെ നേരിട്ട് കണ്ട് എങ്ങനെയെന്നാണ് സംബന്ധിച്ച് ശ്രീ സമ്പ്രദായ പ്രപന്നാമൃതത്തിൽ നൽകിയിട്ട വിവരണങ്ങൾ വിവരണത്തിൽ നാരായണനെ താഴെ കൊടുത്തിട്ടുള്ളത് പോലെ വർണ്ണിച്ചിരിക്കുന്നു. പ്രഭുപാദ അതാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാര്യന്മാർ 12 ആഴ്വാന്മാരുണ്ട്. ആഴ്വാർ, ഒരു ആഴ്വാർ എന്നാണ് നമ്മളൊരാൾ കുലശേഖര ആഴ്വാർ. അതായത് നമ്മുടെ എന്താണ് ഭഗവാന് ശാസ്ത്രത്തിന്റെ പേര് കുലശേഖരമാർ മുകുന്ദമാല സ്തോത്രം എഴുതിയ ആഴവരാണ് കുലശേഖര ആഴവാർ. അപ്പൊ അതും ഈ തമിഴില് ഈ 12 പ്രധാനപ്പെട്ട ആഴവാരുമാണ്. ഈ ഭക്തന്മാരെയാണ് അവർ, ഈ ആചാര്യന്മാരാണ് ആഴവാർ എന്നുള്ളത്. ഭഗവാന്റെ ഭക്തന്മാർ, വൈഷ്ണവ ഭക്തരാണ്. അതുകൊണ്ട് ഇതിനകത്ത് തോന്നി ഇതില് 12 ആഴവാർ വെച്ച് ഭൂതയോഗി, അതായത് ഭൂതത്താഴ്വാർ, ശരയോഗി, പൊയ്കി ആഴവാർ, പ്രാന്തയോഗി, അതായത് പോയാഴ്വാർ എന്നിവരെ ആദ്യത്തെ 3 ആഴ്വാന്മാരാണ്. ഈ 3 തരത്തിലുള്ള ആഴവാർമാരെ പറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രഭുപാദ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടിലെ വിഴുപ്പുരം ജില്ലയിൽ തിരുക്കോവലൂർ ഇത് അവര് ജീവിച്ചിരുന്ന അവിടെയാണ്. അജാനുബാഹും കമനീയ ഗാത്രം പാർശ്വതയെ ശോഭിത പൂനിലം പീതാംബരം ഭൂഷണ ഭൂഷിതാംഗം ചതുർഭുജം ചന്ദന രുക്ഷിതാംഗം. ലക്ഷ്മി ദേവിയെ വക്ഷസിൽ വഹിച്ച് ഗരുഡാരൂഢനായിരിക്കുന്ന പങ്കജനേത്രനായ ഭഗവാൻ വിഷ്ണുവിനെ അവർ കണ്ടു. മിന്നൽ പിണർപ്പോടുകൂടിയാണ് നീലക്കാർ മുകിൽ പോലെ കാണപ്പെട്ട അവിടുന്ന് നിന്റെ ചതുർഭുജങ്ങളിൽ 2 ശംഖും ചക്രവും വഹിച്ചിരുന്നു. കരങ്ങൾ കാൽമുട്ട് വരെ നീണ്ടിരുന്നു. ചന്ദന ലേപനം ചെയ്ത് അവിടുത്തെ സുന്ദരമായ സർവാംഗങ്ങളും തിളങ്ങുന്ന ആഭരണങ്ങളെ അലങ്കരിച്ചിരിക്കുന്നു. പീതാംബരധാരിയായ അവിടുത്തെ ഈ ഇരുപാർശ്വങ്ങളിലും സ്വശക്തികളായ ഭൂമിയും നീലയും നിലകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതില് ആ നാരായണ രൂപത്തിന്റെ ഇതിനെ പറ്റിയാണ് പ്രഭുപാദ ഈ 2 ശ്ലോകത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ആഴവാര് അവര് ഭഗവാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ 3 ആഴവാർമാര് ഈ പറഞ്ഞ തിരുക്കോവിലൂരിൽ അവിടെ താമസിച്ച് ഈ ഭഗവാന്റെ രൂപത്തെ അവർ കണ്ടെന്നാണ് പറയുന്നത്. ഈ 4 കൈകളിലുള്ള ചതുർഭുജ രൂപത്തെ അവർ ദർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത് 27 ശ്ലോകം 27, 28 ഭഗവാന്റെ ഈ ചതുർഭുജ രൂപത്തെ പറ്റിയാണ് പറയുന്നത്. ശ്ലോകം 29. യദ്യാപരി കേവലേ തൻക്രീഡ മാത്രധർമ്മ യഥാപരി ജീവേരി കൃപായകാരി ഏകകർമ്മ വർത്തനം. ഭഗവാന്റെ ലീലകളിൽ അവിടുന്ന് സവിശേഷ ധർമ്മങ്ങൾ മാത്രമാണ്. തന്റെ അഹൈതികമായ കാരുണ്യത്താൽ അവിടുന്ന് പതിതാത്മാക്കൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യണം. സാലോക്യ സമീപ സാക്ഷി സ്വരൂപ പ്രകാര
ചാരിമുക്തി ദിയാകാരെ ജീവര നിസ്താര വർത്തനം. അവിടുന്ന് പതിതരായ ജീവാത്മാക്കളെ 4 തരത്തിലുള്ള മോക്ഷം, സാലോകം, സാമീപ്യം, സാഷ്ടി, സാരൂപ്യം നൽകി മോചിപ്പിക്കുന്നു. അതായത് നമുക്കറിയാം, ഭക്തിഗീത സേവനം ചെയ്യുന്നവർക്ക് ഭഗവാന്റെ ഈ 4 മോക്ഷങ്ങൾ ഭഗവാൻ കൊടുക്കാറുണ്ട്. ഇതിൽ തന്നെ സാലോക്യം, അതായത് തൻ്റെ ലോകം കൊടുക്കുന്ന സാലോക്യം, സാമീപ്യം, ഭഗവാന്റെ അടുത്ത് ഇരിക്കാനുള്ള അവസരം, സാഷ്ട്യം, ഐശ്വര്യം ചെയ്യാറുണ്ട്, സാരൂപ്യം, അതേ രൂപം കൊടുക്കാൻ. അതുകൊണ്ടാണ് വൈകുണ്ഠ ലോകത്തിലെല്ലാം പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നേരത്തെ നാരദമുനി പറഞ്ഞിട്ടുള്ളത്, അവിടെ ഭഗവാൻ നാരായണനെ തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? കൗസ്തുഭാംഗം കനശാണ്. ഭഗവാന്റെ വക്ഷസിൽ കൗസ്തുഭമണിയുണ്ട്. ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ പൃഥ്വിരാണ്. ഭഗവാൻ എന്ന് പറയുന്നത് കൗസ്തുഭമണിയുള്ള സാക്ഷാൽ നാരായണൻ മാത്രമാണ്. ഇതാണ് അവിടുന്ന് പറയുന്നത്. അപ്പൊ ഈ 4 രൂപത്തിലുള്ള മോക്ഷം ഇവർക്ക് കൊടുക്കാറുണ്ട്, ഭഗവാൻ കൊടുക്കാറുണ്ട്. 2 തരത്തിലുള്ള ഭക്തിയിലുണ്ട് ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഭഗവത് കാരുണ്യം കൊണ്ട് മുക്തരാകുന്നവരും സ്വയപ്രയത്നം കൊണ്ട് മുക്തരാകുന്നവരും. ഇതാണ് സ്വന്തം പ്രയത്നം കൊണ്ട് മുക്തരാകുന്നവർ നമ്മൾ അവ്യക്തഗതവാദികൾ എന്ന് പറയും. അവ്യക്തത, ഇംപേഴ്സണൽ നമ്മൾ പറയാറുണ്ട്. പ്രഭാത എപ്പോഴും പറയാണ് എന്താണ്? അവ്യക്തഗതവാദികൾ. ഒരു ഭഗവാന്റെ രൂപത്തിലൊന്നും വിശ്വസിക്കുന്നത്, ഭഗവാൻ വ്യക്തിയാണെന്നൊന്നും അവർ വിചാരിക്കുന്നില്ല. അവരുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതല്ല, അവ്യക്തനാണ് ഭഗവാൻ. അപ്പൊ അവര് സ്വയപ്രയത്നം കൊണ്ട് ഇങ്ങനെയുള്ള എന്താണ് അവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? സായുജ്യ, അതായത് നമ്മൾ ബ്രഹ്മജ്യോതിയിലേക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതി, അതായത് ഭഗവാന്റെ ശരീരത്തിലെ ആ ജ്യോതി, അതാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ലയിച്ചവരാണ് ഇവര് ആഗ്രഹിക്കുന്നത്. അവരെ നമ്മള് അവ്യക്തഗതവാദികൾ എന്ന് പറയുന്നത്. മറ്റേ ഭഗവത് കാരുണ്യം കൊണ്ട് മുക്തരാകുന്നവര്, അത് ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പൊ അവര് ഭഗവാന്റെ ഈ പറഞ്ഞിട്ടുള്ള ഈ മോക്ഷങ്ങളിൽ അവർ വിശ്വസിക്കുന്നില്ല. അവര് ഭഗവാനെ മമ ജന്മനി ഭഗവത് ഭക്തിയാക്കി. ചൈതന്യ ശാഖത്തിൽ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് പോലെ എന്താണ്? എത്ര ജന്മങ്ങൾ തന്നു കഴിഞ്ഞാലും അങ്ങേ സേവിക്കാനുള്ള കാരുണ്യം തന്നാൽ മതി. അതാണ് ഭക്തന്മാരുടെ പ്രേയർ എന്ന് പറയുന്നത്. മമ ജന്മനി ഭഗവത് ഭക്തി അഹീതുകി തുകി. അത് എത്ര ജന്മങ്ങൾ തന്നാലും അങ്ങേ സേവിക്കാനുള്ള അവസരം തന്നാൽ മാത്രം മതി എന്നുള്ള പ്രേയറായിരിക്കും ഭഗവാന്റെ ഭഗവത് കൃപയാൽ ഭക്തന്മാരാകുന്നത്. അതായത് ഭഗവാന്റെ ഭഗവാനെ സേവിച്ച് ജീവിക്കുന്ന ഭക്തന്മാരുടെ ആശയം എന്ന് പറഞ്ഞതാണ്. അവർ ഈ പറഞ്ഞ ഭഗവാൻ ഈ ഓഫറൊക്കെ കൊടുക്കുമെങ്കിൽ തന്നെ അവരിതിലൊന്നും ആകർഷിക്കാറില്ല. നമുക്കറിയാം മുക്തിയുടെ പല കാര്യങ്ങളെ പറ്റി നമുക്കറിയാം. ഇതില് ഇത് നമ്മൾ ബേസിക്കായിട്ട് ഈ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തര് മോക്ഷ അല്ലെങ്കിൽ ഈ സിദ്ധികളിലൊന്നും അവർ ആകർഷിക്കപ്പെടുന്നില്ല. ഭഗവാനെ എത്ര ജന്മങ്ങൾ കിട്ടിയാലും അവർ ഭഗവാനെ സേവിക്കാനുള്ള അവസരമാണ് അവര് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഭഗവത് സേവനം മാത്രമാണ് അവർ കാക്ഷിക്കുന്നത്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെന്ന് പറയുന്നത്. അവ്യക്തഗതവാദികൾ ബ്രഹ്മജ്യോതിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ 2 രീതിയിലുള്ള ഈ മോക്ഷത്തെ പറ്റി ഇതിനകത്ത് പറഞ്ഞിരിക്കും. ഈ 4 രീതിയിലുള്ള മോക്ഷങ്ങളുണ്ടെങ്കിൽ തന്നെയും പക്ഷെ ഭക്തന്മാർ ഇതിലൊന്നും ആകർഷിക്കപ്പെടുന്നില്ല. 31 ബ്രഹ്മസായുജ്യ മുക്തേരതാഹി വൈകുണ്ഠ ബാഹിരേഹായിത സവാര സ്ഥിതി. വിവർത്തനം: ബ്രഹ്മസായുജ്യ മോക്ഷം നേടുന്നവർക്ക് വൈകുണ്ഠത്തിൽ പ്രവേശനമില്ല. അവരുടെ വസതി വൈകുണ്ഠ ലോകങ്ങൾക്ക് പുറത്താണ്. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടത്.
അപ്പൊ ഈ ബ്രഹ്മസായുജ്യ മോക്ഷം നേടുന്നവർക്ക്, ഈ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ ഒരു ജ്യോതിയാണ്. നമുക്കറിയാം ഭഗവാന്റെ കലണ്ടറൊക്കെ കാണുമ്പോൾ ചുറ്റിനും ആ പ്രഭവലയം കാണാം. ഭഗവാന്റെ കലണ്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഗ്രഹത്തിന്റെ പുറകിൽ ഒരു പ്രകാശ വലയം കാണാം. ഇത് ഈ അവ്യക്തവാദികൾ അതിൽ ലയിച്ചേരാനാണ് അവരാഗ്രഹിക്കുന്നത്. അങ്ങനെ ആ മോക്ഷം കാക്ഷിക്കുന്നവർക്ക്, ആ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനകത്ത് പറയുന്നത് എന്താണ്? ബ്രഹ്മസായുജ്യ മോക്ഷം നേടുന്നവർക്ക് വൈകുണ്ഠത്തിൽ പ്രവേശനമില്ല. അവരുടെ വസതി വൈകുണ്ഠ ലോകങ്ങൾക്ക് പുറത്താണ്. എല്ലാം അത് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ വൈകുണ്ഠ ഏതാണ് ജ്യോതി മോക്ഷം, അല്ലെ ബ്രഹ്മ സായുജ്യ മോക്ഷം? ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നവർക്ക് അവർക്ക് വൈകുണ്ഠ ലോകത്തിൽ പ്രവേശനമില്ല. അവരുടെ സ്ഥാനം വൈകുണ്ഠ ലോകത്തിന് പുറത്താണ്. ശ്ലോകം 32. വൈകുണ്ഠ ബാഹിരെ ഏക ജ്യോതിർമയ മണ്ഡല കൃഷ്ണേര അങ്കിര പ്രഭ പരമ ഉജ്ജല വർത്തനം. വൈകുണ്ഠ ലോകങ്ങൾക്ക് പുറത്ത് കൃഷ്ണ ഭഗവാന്റെ തിരുവുടലിൽ നിന്നുള്ള പരമ ഉജ്ജ്വലമായ രശ്മികളാൽ തിളങ്ങുന്ന അന്തരീക്ഷമാണ്. ഈ ജ്യോതി എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഗ്ലെയറാണ്. അതാണ് നമ്മുടെ പ്രകാശവലയമാണ്. ജ്യോതി എന്ന് പറഞ്ഞതാണ് ആ ബ്രഹ്മജ്യോതി. പരബ്രഹ്മത്തിന്റെ ശരീരത്തിന്റെ ഗ്ലെയറാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ അത് കാക്ഷിക്കുന്നവർക്ക് വൈകുണ്ഠ ലോകത്തിൽ പ്രവേശനമില്ല. പക്ഷെ ഇത് അത്യുജ്വലമായിട്ടുള്ള പ്രകാശവലയമാണ്. അത് ആ ഒരു അന്തരീക്ഷമാണത്. ഉജ്ജ്വലമായ രശ്മികൾ തിളങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് ഈ പരമജ്യോതി എന്ന് പറയുന്നത്. ശ്ലോകം 30. സിദ്ധലോകേ നാമതാര പ്രകൃത പാര ചിത്തസ്വരൂപ തൻഹനഹി ചിത്തശക്തി വികാര വർധനം. ആ മേഖല സിദ്ധലോകമെന്ന് വിളിക്കപ്പെടുന്നു. ഇത് ഭൗതിക പ്രകൃതിക്ക് അതീതമാണ്. അതിൻ്റെ സ്വരൂപം ആധ്യാത്മികമാണെങ്കിലും അതിന് ആധ്യാത്മിക വൈവിധ്യങ്ങളില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ലോകത്തെയാണ് നമ്മൾ സിദ്ധലോകം എന്ന് വിളിക്കപ്പെടുന്നത്. ഈ ബ്രഹ്മജ്യോതിയാണ്, ഈ ഉജ്ജ്വല പ്രകാശ വലയത്തെയാണ് അത് വൈകുണ്ഠ ലോകത്തിന് പുറത്താണ്. മാത്രമല്ല ഇത് ഈ ലോകത്തെയാണ് നമ്മൾ ഉജ്ജ്വല പ്രഭ എന്നൊരു അന്തരീക്ഷമാണ്. അത് ആ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് സിദ്ധലോകം എന്നാണ് വിളിക്കുന്നത്. ആ മേഖല സിദ്ധലോകം എന്ന് വിളിക്കപ്പെടുന്നു. അത് ഭൗതിക പ്രകൃതിക്ക് അതീതമാണ്. അതിൻ്റെ സ്വരൂപം ആധ്യാത്മികമാണെങ്കിലും അതിന് ആധ്യാത്മിക വൈവിധ്യങ്ങളില്ല. അത് ആധ്യാത്മികമായി ഭഗവാന്റെ ശരീരത്തിനുള്ളൊരു ഗ്ലെയറുമാണ്, അല്ലെങ്കിൽ ഉഗ്ര തേജസ്സാണ്, അന്തരീക്ഷമാണ്. പക്ഷെ ഭഗവാന്റെ ആധ്യാത്മിക വൈവിധ്യങ്ങളില്ല. അതുകൊണ്ടാണ് വൈകുണ്ഠ ലോകത്തിന് പുറത്താണെന്ന് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇവരൊക്കെ എന്തായി, അവർക്കൊന്നും ചെയ്യാനില്ല. അവിടെ ഈ പ്രകാശം കണ്ടുകൊണ്ട് എത്ര നാളിരിക്കും? അവിടെ ഭഗവത് സേവനമോ മറ്റുള്ള ഇതൊന്നുമില്ല. ഭഗവാനെ സേവിക്കുകയോ ഭഗവാന്റെ നാമത്തിലോ ഭഗവത് കഥകൾ ഇതൊന്നുമല്ല. ഈ ജ്യോതി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ അവരെല്ലാം വീണ്ടും അധപ്പതിക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താഴേക്ക് പതിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ഇത് ഈ ഭൗതിക ലോക അതീതമാണ്. പക്ഷെ അതിന് ഭൗതിക വൈവിധ്യങ്ങളില്ല, അസ്തിത്വമില്ല. മറ്റുള്ള വൈകുണ്ഠ ലോകത്തിനെ പോലുള്ള അവിടെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അവിടെ ഒരു ആക്ടിവിറ്റീസ്, ഈ തേജസ് മാത്രമല്ല, ഉജ്ജ്വല പ്രഭ മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. 34. സൂരമണ്ഡലയേന ബാഹിര സവിശേഷ ഇതരെ സൂര്യരഥ ആദി സവിശേഷ വർത്തനം. അത് സൂര്യന് ചുറ്റുമുള്ള അവിതിരക്തമായ തേജസ് പോലെയാണ്. എന്നാൽ സൂര്യന്റെ ഉള്ളിൽ സൂര്യദേവന്റെ സ്ഥലങ്ങളും രഥങ്ങളും കുതിരകളും ഇതര ഐശ്വര്യങ്ങളുമുണ്ട്. അതിന്റെ വ്യത്യാസമാണ് പറയുന്നത്. സൂര്യനും സൂര്യരശ്മിയും പോലെയാണ് വൈകുണ്ഠ ലോകവും
ഈ ബ്രഹ്മജ്യോതിയുടെ വ്യത്യാസം പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് സൂര്യരശ്മിയും സൂര്യനും. സൂര്യനിൽ എന്താണ്? സൂര്യന് ചുറ്റുള്ള അവിരക്ത തേജസ് പോലെയാണ്. എന്നാൽ സൂര്യന്റെ ഉള്ളിൽ സൂര്യദേവന്റെ രഥങ്ങളും കുതിരകളും ഇതര ഐശ്വര്യങ്ങളുമുണ്ട്. പക്ഷെ സൂര്യരശ്മിക്ക് ഇതൊന്നുമില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നവർക്ക് അവിടെ ചെന്ന് അവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അതാണ് വൈവിധ്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. അവിടെ ചെന്നൊന്നും ചെയ്യാനില്ല. ഈ പ്രഭാവലയത്തിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അത് ഇതുപോലെയാണ് സൂര്യനും സൂര്യരശ്മിയും പോലെയാണ്. നമുക്ക് നോക്കാം സൂര്യൻ എങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ ചൂടും പ്രകാശമൊക്കെ സൂര്യരശ്മിക്കുണ്ട്. പക്ഷെ സൂര്യഗോളത്തിൽ ചെന്നാലോ അവിടെ അതിൻ്റെതായ വൈവിധ്യങ്ങളുണ്ട്. അവിടെ സ്ഥലങ്ങളുണ്ട്. അവിടെ കുറേ നമുക്ക് വൈവിധ്യങ്ങളുണ്ട് അവിടെ. പക്ഷെ സൂര്യരശ്മിയോ അത് ജസ്റ്റ് ഒരു എന്താണ്, ഒരു മീഡിയ പോലെ നമുക്ക് അതിൽ ആ സൂര്യൻ്റെ എന്താണ് അതിൻ്റെ ആ ഒരു പ്രകാശവും അതിൻ്റെ ആ ചൂടും താപവും ചൂടും പ്രകാശവും തരുന്ന ആ ഒരു ഗുണം മാത്രമേ നമുക്കത് കിട്ടുന്നുള്ളൂ സൂര്യപ്രകാശത്തിലുള്ളൂ. പക്ഷെ സൂര്യന് അതല്ല, അതിൻ്റെ ഉറവിടമാണ് സൂര്യൻ എന്ന് പറയുന്നത്. എങ്ങനെയാണോ വൈകുണ്ഠ ലോകങ്ങളിൽ നാരായണ രൂപം ഭഗവാൻ നിൽക്കുന്നത്, അവിടെ ഭഗവാന്റെ സേവനവും ഭഗവാന്റെ ലീലകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണലോകത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ദ്വാരകയിലും മധുരയിലും അതുപോലെ തന്നെ ഗോകുലത്തിലും ഭഗവാന്റെ സ്വരൂപ ലീലകൾ നടക്കുന്നുണ്ട്. പക്ഷെ ബ്രഹ്മജ്യോതിയിൽ ഇതൊന്നുമില്ല. അതാണ് നമ്മൾ വൈകുണ്ഠ ലോകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം ഉണ്ട്. അവിടുന്ന് നമുക്ക് കൃഷ്ണലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ സന്തത സഹചാരികൾ, ഭഗവാന്റെ പരിശുദ്ധ ഭക്തരോടൊപ്പം ഭഗവാനെ സേവിക്കാനുള്ള അവസരം കിട്ടുക എല്ലാം ഉണ്ട്. വൈകുണ്ഠ ലോകത്തിൽ നാരായണനെ സേവിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വരുന്ന ഈ ബ്രഹ്മജ്യോതി എന്താണ്, സിദ്ധലോകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, ആ ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ആ ഗ്ലെയർ മാത്രമേ. അവിടെ നമുക്ക് വൈവിധ്യങ്ങളൊന്നുമില്ല. അവിടെ ഭഗവാനെ സേവിക്കാനുള്ള അവസരങ്ങളില്ല. അതുപോലെ തന്നെ ഭഗവാനെ നേരിട്ട് കാണാനുള്ള അവസരങ്ങളില്ല, സേവയ്ക്കുള്ള അവസരങ്ങളില്ല, ഒന്നുമില്ല. അത് ഇതുപോലെ സൂര്യനും സൂര്യപ്രകാശവും പോലെ എന്നാണ് ഇവിടെ പറയുന്നത്. ഏകദേശം സമയമാകുന്നു. ഞാനിവിടെ ഉപസംഹരിക്കുന്ന ശ്ലോകം 34 വരെയാണ് എടുത്തത്. അടുത്ത് 35 മുതലുള്ള ശ്ലോകങ്ങളാണ്. ഇത് അടുത്ത പ്രാവശ്യം എടുക്കാം. സമയം അതിക്രമിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കണം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഇന്നത്തെ എടുത്ത ശ്ലോകത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്കൂടെ വൈൻഡപ്പ് ചെയ്യാം. സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ചില ഗുരുദേവ്ക്ക് പ്രഭുപാദക്ക് ശ്രീമദ് ചൈതന്യ ചരിതാമൃതയ്ക്ക് അനന്ത കോടി വൈഷ്ണവ ഹരി ഹരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരി.